മിണ്ടാടുക്ക്. ഓക്കെ, റൂൾസ് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ റൗണ്ടില് ജ്യൂസ് മാത്രമാണ്. എല്ലാരും 6 ഗ്ലാസ് വെച്ച് ജ്യൂസ് കുടിക്കണം. 3 ഗ്ലാസ് പൈനാപ്പിളും 3 ഗ്ലാസ് വാട്ടർമെലൺ. കേൾക്കുന്നുണ്ടോ? ആദ്യത്തെ റൗണ്ട്, ഫസ്റ്റത്തെ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട് ബർഗറാണ്. ഓക്കെ, 25 ബർഗർ ഉണ്ട്. അപ്പൊ ഒരാള് ജ്യൂസ് ഒരുമിച്ച് കുടിക്കണോ? പറയട്ടെ, ആ ജ്യൂസ് 6 ഗ്ലാസ് ഒരുമിച്ച് കുടിക്കണം ഫസ്റ്റ്. എന്താ പറ്റൂലേ? നമുക്ക് ഫുഡിന്റെ കൂടെ പിന്നെ എന്താ ചെയ്യണ്ട? ഒരുമിച്ചാക്കണം. 6 ജ്യൂസും 3 ബർഗറും തിന്നാ പോരെ? ഓക്കെ, എന്താ ജ്യൂസും ബർഗറും ഒന്നിച്ചാക്കുന്ന? ഏറ്റവും കൂടുതൽ ജ്യൂസും കുടിക്കുന്ന ആളും ബർഗർ. ഓക്കെ, അങ്ങനെ മതി. ഏറ്റവും കൂടുതൽ ജ്യൂസും ബർഗറും കുടിക്കുന്നൊന്നും ചെയ്യുന്ന ആള് ജയിക്കും. ഓക്കെ ഓക്കെ, റെഡിയല്ല? ഓക്കെ, റെഡി. അപ്പൊ റൂൾസ്: ഒരു ബർഗർ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തിന്നണം. ബാക്കി വെക്കാൻ പറ്റില്ല, കഷ്ണാക്കാൻ പറ്റില്ല, കഷ്ണം കടിച്ചിട്ട് വെക്കാൻ പറ്റില്ല, ഫുള്ള് തോന്നണം. ഓക്കെ, ജ്യൂസ് ഫുള്ളായിട്ട് ബാക്കി ഉണ്ടാവും. ഇത്ര പോലും ബാക്കി ഉണ്ടാൻ പറ്റില്ല. മാറണം അങ്ങോട്ട്. ഞാൻ മമ്മൂനെ വോട്ട് ചെയ്തു. ഇങ്ങനെ ജ്യൂസും കുടിക്കും. അത് മതി. എല്ലാവരും ബർഗർ ഒരു ക്രിപ്സി വീടിയുണ്ട്. ഇതിൽ ബർഗർ തന്നെയാ. ഒരു 2 ബർഗർ കൂടി മതി. അത് മതി. ബർഗർ മതി. ബർഗർ മതി. ചാറ്റ് എന്തോ 1 ഹാൻഡ് എന്ന് പറയുന്നുണ്ട്. അതെന്താ 1 ഹാൻഡ്? ഒരു കൈനെ കൊണ്ട് വന്നാ? ബർഗർ അങ്ങനെ ഒരു കൈനെ കൊണ്ട് വന്നാ? അതായതില്ലേ മാവിടാൻ പറ. എടാ, ഇതില് കൗണ്ട് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആരാ തിന്നുന്ന ഒരു ജയിച്ച്. ഇത് തീർന്നു കഴിഞ്ഞാൽ ആരെ കൂടുതൽ തിന്നത് മനസ്സിലാവില്ല. ഓരോരുത്തര് നീ അവന് 5000 രൂപ കൊടുക്കാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് നീ കൂടുതൽ പരിപാടി അങ്ങനെയുണ്ട്. എടാ, ചാറ്റ് മൊത്തം എല്ല് വരുന്നടാ. പരിപാടി തുടങ്ങണോടാ. അല്ലടാ, അങ്ങനെ മുന്നു ആടേക്ക് ഒരു മിനിറ്റ്. ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് അവിടെ കുറെ അഭിപ്രായങ്ങളായാൽ ശരിയാവൂല. ഞാൻ പറയുന്നതാണ് റൂൾസ്, മനസ്സിലാ? ഞാൻ പറയുന്നതാണ് റൂൾസ്. അത് അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ജ്യൂസും ബർഗറും ഫസ്റ്റ് റൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷവായി ആക്കാം. ഓക്കെ, ഇപ്പൊ തുടങ്ങാൻ പോകുന്നത് ജ്യൂസും ബർഗറും എങ്ങനെ വേണമെങ്കിൽ ഏത് ഓർഡറിലാണെങ്കിൽ കുടിക്കാം. ജ്യൂസ് കുടിച്ചിട്ട് ബർഗർ തിന്നാലും ബർഗർ തിന്നിട്ട് ജ്യൂസ് കുടിക്കാം. വാട്ടവർ. ഒരാളും തിന്നുന്നത് എണ്ണും, ഒരാളും കുടിക്കുന്ന എണ്ണും. നീ ഇവന്റെ എണ്ണണം, ഞാൻ മമ്മൂന്റെ എണ്ണും, മുനു ഇവന്റെ മുഷറഫിന്റെ എണ്ണണം. ഓക്കെ, നീ ഓന്റെ അടുത്ത് പോയിട്ട് ഓക്കെ. ഓക്കെ, 3 ബർഗർ അല്ലേ? 3, 2, 1 ഗോ. അങ്ങനൊന്നുമില്ല. എത്ര എണ്ണ? മമ്മു ഒരു ബർഗറ്, റാംബോ ഒരു ബർഗറ്, മുഷറഫ് ഒരു ബർഗറ്. ബാ കമാൺ. റെഡി. എടാ, കുറച്ച് പാസിൽ എന്താണ് ഇങ്ങനല്ല, കുറച്ചും കൂടി. എന്ത്? ഓക്കെ. ഇവിടെ മൊത്തമായിട്ടങ്ങ് പോയിട്ടുണ്ട്. എടാ, ഓന്റെ തീരാനായി. വാ, ഒന്ന് കുടലൊന്ന് ഇളക്കിയ. അങ്ങനെ ആക്കാൻ പറ്റില്ല. ഫുള്ള് തിന്നണം. ബാക്കി ഇടാൻ പറ്റില്ല. എടാ, റാംബോ ഒന്ന് തീർത്തേ. ഓക്കെ, മമ്മു ആ 10,000 രൂപ നമ്മളെ ഹോട്ടലിലേക്ക് വരേണ്ട പൈസയാണ്. മമ്മോ, റാംബോക്കും കിട്ടരുത്, മുഷറഫിനും കിട്ടരുത്. നമുക്ക് ആ 10,000 രൂപക്ക് ട്രിപ്പ് പോവാം. മമ്മു, അങ്ങനെ നിൽക്കുക. ഇത് നീ ജയിച്ചാൽ നിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. പ്രോമിസ് മമ്മു. ഇത് ജയിച്ചാൽ നിന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. ശ്വാസം കുറച്ച് നീ ഇവനെ കപ്പലിൽ കൊണ്ടുപോകാൻ പോകുന്നത് എങ്ങനെയാ? തോണിയില്ല. നിന്റെ പണ്ടത്തെ കൈകൾക്ക് ഫുഡ് വേസ്റ്റ് ആകില്ല. ഒരു ഫുഡും വേസ്റ്റ് ആകുന്നില്ല. ഫുഡൊന്നും വേസ്റ്റ് ആകുന്നില്ല. ആരും വേസ്റ്റ് ആക്കരുത്. ബാബാ രണ്ടാമത്തെ കൈ സപ്പോർട്ട് ചെയ്യാൻ നിക്കണോ?
മുസ്ലിമേ ഇന്നൊക്കെ ഉണ്ടാവും മുത്തേ അതാ ഉള്ളിയല്ലേ പോട്ട് എടാ നമ്മളെ 10,000 പുറത്തുനിന്ന് ഒരുത്തൻ അടിച്ചോണ്ട് പോകാൻ പോന്നാ വാ. ഇല്ല നിന്റെ അങ്ങനെ എടാ നമ്മളെ അഭിമാന പ്രശ്നമാണ് തറവാട് മൂന്നാമത്തെ ആ റാംബോ അടിച്ചാലും കുഴപ്പമില്ല റാംബോനെ കൊണ്ട് ഞാൻ ചെലവ് ചെയ്യിപ്പിച്ചോളൂ മുസ്ലിം പഠിക്കരുത് അഭിമാന പ്രശ്നമാണ് മുസ്ലിമേ വിട്ടുകൊടുക്കുന്നില്ല വാസിയോട് കൂടി. ബാബാ വാടാ എന്റെ മാനം കാക്ക എടാ നീ ജയിച്ചാ ഇതിൽ നീ ചെലവ് ചെയ്യോ എല്ലാവർക്കും ചെലവ് ചെയ്യോ മമ്മു ജയിച്ചാലോ ആ മമ്മു എന്തായാലും ചെലവ് ചെയ്യും മമ്മുനെ പറയാനൊന്നുമില്ല നിന്റെ ഉറപ്പ് പറ അങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാം ഇത് നമ്മള് തമ്മിലുള്ള ഡീലാണ് മമ്മുന്റെ അഭിപ്രായം എന്താ ആരാ എനക്ക് കൂടുതൽ ചെലവ് ചെയ്യുക അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും ആരാ കൂടുതൽ ചെലവ് ചെയ്യാൻ പോകുന്നത് നമ്മള് ഷെയർ ചെയ്തോളാം ആ ഓക്കെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തോ മമ്മൂക്ക് എടി ഇയാള് വർത്താനേ ഉള്ളു ഇവൻ തീരെ പണ്ടാരൊന്നല്ല ഇവൻ അത്രയും സ്ലോ ആയിട്ട് വന്നത് എത്ര എണ്ണായി ഇവ 2 മമ്മു 1 രണ്ടാമത്തെ ഇവന് ഇത് 4-മത്തെ എന്ത് തീറ്റയാണ് ഇവൻ എന്ത് തീറ്റയാണ് ഈ തടിയ നിന്നത് ചോപ്പ് പിടിക്കുന്ന ടേസ്റ്റ് ഉണ്ടോ ബർഗർ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ജാസിന്റെ ബർഗർ എങ്ങനെ ഉണ്ട് അല്ല ഇവർക്ക് തിന്നണ്ടേ എനിക്ക് തിന്നണമെന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് വെള്ളം വേണം എടാ എനിക്ക് ഒരെണ്ണം തിന്നണമെന്നുണ്ടാ ഫ്രീ സോങ് ഓക്കെ ഓക്കെ എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സോങ് തീറ്റ മത്സരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സോങ് എന്താ ചേർത്ത് 3 കഴിഞ്ഞിട്ടുണ്ട് മമ്മു ജയിക്കണം എന്നാ എന്റെ ആഗ്രഹം മമ്മു ജയിക്കണതാണ് അല്ല ഇത് പിന്നെ കൂടുതൽ തിന്നാറോ ഇനി സമയത്തിനുള്ളിൽ അപ്പൊ പിന്നെ മോനെ ഒരു പുലി ഒരു കാല് ബാക്കോട്ട് വെക്കുന്നത് ഞാൻ മുമ്പോട്ട് കുതിക്കണ്ടിച്ചാ തിന്ന് മൂന്നാമത്തെ ആ ഇത് 3 എടാ നിൽക്കാടാ 1 മിനിറ്റ് തീറ്റ മത്സരത്തിന്റെ സോങ് എന്താ തീറ്റ മത്സരത്തിന്റെ ആട് ജ്യൂസ് ഒരു നോക്കട്ടെ ജ്യൂസ് നിന്റെ ജ്യൂസ് ഇപ്പോഴെ പെൻഡിങ് എന്ത് ജ്യൂസ് ഒരു ജ്യൂസ് 1 മിനിറ്റ് ജ്യൂസ് വെച്ചിന് ഇതാണ് മോട്ടിവേഷൻ ഡാടാ തിന്നുമ്പോ ഇടാൻ പറ്റിയ പാട്ട് എടാ ഞാൻ തീറ്റ മത്സരം സോങ് നടിക്കുമ്പോ ഇതാ വരുന്നത് ഏ നീ ഇതാ നീ അതാ ഇവ ചുള്ളിൽ അടിപൊളി ഇടുന്നുണ്ടേ നിക്ക് ആ 4 നാലാമത്തെ റാംബോ 4 റാംബോ 4 മമ്മു എന്റെ മാനം കാക്കടാ മമ്മൂ താ തിന്നണേ നൈസായിട്ട് അടിക്കൊന്നുണ്ടല്ലേ ഏത് എന്തായാലും ആവേശം കൊടുക്കുന്ന പാട്ടൊക്കെ ആ രണ്ടാമത്തെ വെള്ളം കുടിച്ചിരിക്കുന്നു രണ്ടാമത്തെ വെള്ളം മുസ്ലിം കുടിച്ചിരിക്കുന്നു ഇത് 3 ഇവ 3 എടാ ഓമര നിന്നെക്കാൾ തിന്നണ്ടാ നാലാമത്തെയാ കുഴപ്പമില്ല ഇതെന്തൊരു ഉമ്മിയ പാട്ടാണത് മാപ്പിള പാട്ടാ നീ വെച്ചിന് അമ്മ കേരളത്തിലെ ആടിറ്റൂല ഏത് സോങ് അല്ല ഇവരോട് ചോദിച്ചു നോക്ക് സജഷൻ ചോദിച്ചു നോക്ക് പറഞ്ഞ ആടിറ്റൂല സോങ് ഒക്കെ പറഞ്ഞ ഏതാ ആട ആട്ടം നീയാ ഏതാ ചാറ്റ കൊടി കയറണ ഒരു മിനിറ്റ് ചോദിക്കട്ടെ എന്താ ചീറ്റ് ചെയ്താ മമ്മു ചീറ്റ് ചെയ്താ ചാറ്റ് പറ മമ്മു ചീറ്റ് ചെയ്താ ആടിറ്റൂല ഏത് സോങ് ആണോ വടംവലിന്റെ ഏതാ ഇതല്ലേ ഓക്കെ റെഡി
എടുത്താലും കൊടുത്താലും തീരാത്ത ആപദാനിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകളുയർത്തി എടാ ഒരു മിനിറ്റ് ഇപ്പൊ എത്ര ഇപ്പൊ കറന്റ് സ്റ്റാറ്റസ് എന്താ ആ നിക്ക് മുഷ്റഫ് എത്ര ഞാൻ 3 കഴിഞ്ഞതാ നാലാമത്തെ മൂന്നാമത്തെ നിന്റെ എത്രാമത്തെയാ 2 കഴിഞ്ഞ് നിന്റെ എത്ര 4 കഴിഞ്ഞ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ടീം സ്വിച്ച് ആയി ഞാൻ ഇവന്റെ ടീമാര് പൊളി 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 പാട്ടൊക്കെ സ്പേസ് അടിക്ക് നീ ഓന്റെ ടീമിൽ എന്താടാ നിന്റെയൊക്കെ ഷാജി പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50 മക്കളെ ജയിക്കാൻ പോകുന്നവനാ. ഇതിനകത്തൊപ്പം കിട്ടായിരുന്നു അതൊക്കെ എന്താണ് പാപ്പ കാറിന്റെ വേഷത്തില്? ഇത് സിനിമ വിളയായി അതിനിടക്ക് ഡയലോഗ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നീ അതൊന്നും നോക്കണ്ട, നിന്റെ ചിന്ത എന്റെ മോനെ എന്നാലും റാംബോ കോഴിക്കോട് നിന്ന് വണ്ടിയും പിടിച്ചോ അങ്ങനെ റാംബോ 4 ബർഗറാ. വന്നതിന്റെ റിസൾട്ട് ഇപ്പൊ കാണിക്കൂ. എന്ത് ഞാൻ പറഞ്ഞില്ലേ കൊറേ സമയമായി ഇത് പറയുന്നത് കേട്ടാ. പുലി വേണ്ടോട്ട് പുലിയല്ലേ ഇത്? പൂച്ച. നിന്റെ എത്ര റാംബോന്റെ അടുത്ത് നോക്ക്. അല്ല 1 2 നീ കണ്ടല്ല. എല്ലാരും എല്ലാം സ്പാം ചെയ്യുന്നേ. എന്താ ഫുഡ് വേസ്റ്റ് ചെയ്താ വേസ്റ്റ് ചെയ്താ റാംബോ 5 ഫിനിഷ്. 4 2 3 4 ഇത് മൂന്നാമതല്ലേ? ഇത് 3അല്ലേ? 4 തീർക്ക്. 4 തീർക്ക്. എടാ 10,000 രൂപ റാമോ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു. എടുത്തു നമ്മളെ പൈസ റാമോനെ കിട്ടി. നീ കോഴിക്കോട് വണ്ടി കയറി വന്നിട്ട് കാര്യം ഏറ്റവും കൂടുതൽ ആ തിന്നുന്ന ടൈമില്ല. ആ ടൈമില്ല തിന്ന് അങ്ങനെ കൊറേ സമയം നിക്കാൻ കഴിയില്ല. ഞാൻ ലൈവ് അങ്ങനെ കൊറേ സമയം നിക്കാൻ കഴിയില്ല. തിന്ന് ഞാൻ പറഞ്ഞ ആദ്യം ടൈം നീ നമ്മളെ ക്യാഷിങ് തന്നെ നമുക്ക് ട്രിപ്പ് പോകണ്ടേ? ഹലോ കഴിഞ്ഞിട്ടില്ല മുത്തേ. നീ എന്തിനാണ് എടാ റാംബോ ചോദിച്ചാ ഞാൻ ജയിച്ച പോലെ അതെങ്ങനെ ഞാനുണ്ട്. നമ്മള് ജയിച്ച പോലെ ഇവരിങ്ങനല്ലേ ചെക്കൻ ജയിച്ചിട്ട് ഇരിക്കുന്നത്. കുറച്ച് കുടിച്ചാൽ മതി തൊണ്ടയിൽ ഇറക്കാൻ വേണ്ടിട്ട്. റെസ്പെക്ട് ഗസ്റ്റ് എടാ ആരെ തമാശ ആക്കുന്നേ. കഴിക്കും എടാ ഇവൻ ഈ കാണുന്നതൊന്നും നോക്കണ്ടട്ടോ. ഇവൻ ആള് പുലിയാന്നട്ടെ ഇവൻ. ഇവിടെ പെർഫോമൻസ് അല്ല എന്തോ എനിക്ക് പറ്റിയതാണ്. അത് ഞാൻ 4ാമത്തെ നമ്മള് 4 കഴിഞ്ഞു 5ാമത്തെ തുടങ്ങാൻ പോകുന്നു. ചെറുത് അതിന്റെ ഏയ്
ഒന്ന് ബേക്കിൽ ലൈവ് അടിക്കാൻ ഇല്ല, 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 ഇല്ല. കാരണം ഈ ചെറിയ ഒന്നും ഇല്ലാത്ത ഈ ആൾ വെക്കാനാ. കള്ളക്കളി ഇതാരും ഇവിടെ വെച്ചോ? നമ്മളിനി കളിക്കണോ കള്ളക്കളി നമ്മള് ഇല്ല ജയിച്ചിട്ടില്ല. ലാസ്റ്റ് ക്യാഷ് പ്രൈസ് ഉള്ളൂ. ആദ്യം ജയിച്ചാരാന്ന് തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് അന്തിമ വിജയിനെ തീരുമാനിക്കുന്നത് ചാറ്റായിരിക്കും. അന്തിമ വിജയിനെ തീരുമാനിക്കുന്നത് ചാറ്റായിരിക്കും. അത് ഞാൻ ഇപ്പോഴേ പറയാം. ആരിലെന്തെങ്കിലും ഇതാക്കിയാലും ചാറ്റാന്ന് വിജയിനെ തീരുമാനിക്കും. അല്ല, സമയം ഓൾറെഡി ഇതിൽ ലൈവല്ല. അപ്പൊ ടൈമെല്ലാം ഓൾറെഡി ചാറ്റിന് അറിയാം. നമ്മൾ എത്രാമത്തെ മിനിറ്റിലാ തുടങ്ങിയെന്നും ഇപ്പൊ എത്ര മിനിറ്റ് ആയെന്നും ചാറ്റിന് അറിയാം. ചിലപ്പോ അവര് പെട്ടെന്ന് നീ പറഞ്ഞ നിർത്തേണ്ടി വരും. വേഗോ വാ വാ വാ. അല്ല ഇപ്പൊ എത്ര 4 ഇവന് 4 കഴിഞ്ഞു. ഇവന് ഞാനൊരു കാര്യം പറയട്ടെ, ക്യാഷ് പ്രൈസ് കൂട്ടാം. അങ്ങനെയാണ് ആവേശം കൂടും. കള്ളത്തരം കാണിക്കുന്ന നീ കണ്ട അടി ഇവര് മൊത്തം മിണ്ടാണ്ടിക്കേ. അടി ഇവര് മൊത്തം സംസാരം മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്ന് ക്യാഷ് പ്രൈസ് കൂട്ടി ആവേശം കൂടുവോ? ചാറ്റ് പറ. ക്യാഷ് പ്രൈസ് കൂട്ടണോ? തൊലിഞ്ഞ റൂൾസ്, എന്താ റൂൾസ്? റൂൾസ് പ്രോപ്പർ നോർമൽ റൂൾസ് തന്നെ അല്ലേ? സാധാരണ തീറ്റ മത്സരത്തിലെ റൂൾസ് ആയതല്ലോ. വേറെന്താ റൂൾസ്? റാംബോ വിന്നർന്നോ? ഇല്ല, ആയില്ല. ഇതേട്ടാ ഇതൊരു ആവേശമില്ല. ഇവര് ഫുള്ള് സംസാരമാടാ. സംസാരം മതിയാക്കും. സംസാരം കുറക്ക്, പണി തീർക്ക്. വേഗം നോക്ക്. ആരും ജയിക്കുന്ന ആളാ? ഇല്ല, ജയിച്ചിട്ടില്ലല്ലോ. ഇവ 4 തുടങ്ങിയില്ലോ. 4 നിന്ന് നിർത്താൻ എന്നാ ഇതാക്കിയാലോ? ഷവായി ആക്കിയാലോ? അടുത്ത ഷവായി ആക്കിയാലോ? ഇത് കഴിയണ്ടേ? ഷവായ ഭയങ്കര പണിയായിരിക്കും. ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യലൊന്നുമില്ല. ഈ 4 കംപ്ലീറ്റ്. അവന്റെ കണ്ണെല്ലാം നോക്കിയാ, ഇവന്റെ കണ്ണെല്ലാം ആയിട്ട് നോക്കിയാ. മുസ്ലിമെ മുത്ത അഭിമാന പ്രശ്നം. മമ്മു ഓൾറെഡി ഔട്ടായ. മമ്മു ഇല്ല. മമ്മ ഔട്ടല്ലേ? മമ്മ ഔട്ടല്ലേ? എടാ 2 തിന്നിട്ടുള്ളൂ. പിന്നെ നിൽക്കാനും മത്സരിക്കാൻ പറ്റിയ നോ. ആ ക്യാഷ് പ്രൈസ് കൂട്ടുന്ന ആരാ നോ പറയുന്നത്? ഓക്കെ ചാറ്റ്, ഞാൻ ചോദിക്കട്ടെ, മമ്മ ഔട്ടല്ലേ? മമ്മു 2 തന്നിട്ടുള്ളൂ. മമ്മ ഔട്ടല്ലേ? നീ തുന്നാൻ വേണ്ടി ഇവിടെ ഇരുന്നാലോടാ നാറി. ഇവനെന്താ സംഭവം അറിയോ? ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഇവന് പൈസ ഇത് ക്യാഷ് പ്രൈസ് വിൻ ചെയ്യണമെന്ന് ഒരാഗ്രഹമില്ല. ഇവന് തുന്നാനൊരു ട്രിക്കിന് വേണ്ടി ഇവിടെ ഇരുന്നേ. ഓൻ എങ്ങനെയും തിന്നണം, അതിന് വേണ്ടി ഇരുന്നേ. ഒന്നാമത്തെ കാര്യം, ഈ പൊട്ടന് പൈസ കിട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവന് പൈസ കിട്ടിയിട്ടും കാര്യമില്ല. ഇവൻ എന്തായാലും മത്സരത്തിന് അതിനുള്ള ബുദ്ധി എനിക്കില്ല. അപ്പൊ തിന്നാൻ വേണ്ടി കാരണം. പിന്നെ അല്ലാണ്ട് ഇവിടെ 2 ആളും നല്ല മത്സരം കാഴ്ച വെക്കുന്നുണ്ട്. നീ ഇവിടെ വെറുതെ വന്നിട്ട് നീ എല്ലായിടത്തും മൂട് കളയാ. നീ 2 പോരെ, ഇവർ 4 ആയി. 2 ആളും അന്ന് പുട്ടലുണ്ടാക്കി വെന്തടിയവന് ഇപ്പം തിന്നാൻ പറ്റുന്നില്ല. മാറ് നീ മത്സരത്തിന് ഔട്ട്. ചാറ്റ് പറ. ഔട്ട്. ചാറ്റ് എല്ലാരും ഔട്ടാ പറയും. നോക്ക് ചാറ്റ് നോക്ക്. നീ എടുത്തതാ ചാറ്റ് നോക്ക്. എല്ലാരും ഔട്ട് എന്നാ പറയുന്നത്. ചാറ്റ് മൊത്തം ഔട്ട് എന്നാ പറയുന്നത്. നീ ഔട്ട്. മുനുവിരുന്നോ? അല്ല, സവായി അവർക്ക് തിന്നാൻ കൊടുക്കണ്ടേ? 3 സവായി എന്തായാലും ഇല്ലേ? എന്താ ചെയ്യാ? ഔട്ട് എല്ലാരും ഔട്ടാ പറയുന്നത്. മമ്മ ഔട്ട്. അവിടെ 1 മിനിറ്റ്. എന്റെ സൂപ്പർ ചാറ്റും ഗൂഗിൾ പേ സൗണ്ട് ഓഫാ? സൂപ്പർ ചാറ്റ് ഓഫാ? അയ്യോ സോറി ഗൈസ്, ഒരു ഞാൻ സൂപ്പർ ചാറ്റ് നോക്കട്ടെ. തൊപ്പി ഞാൻ മെസ്സേജ് അയച്ചിട്ട് അതിൽ പ്രൂഫ് ഉണ്ടോന്ന് നോക്കോ? തൊപ്പി ഞാൻ മുനുവിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിൽ പ്രൂഫ് ഉണ്ടോന്ന് നോക്കാം. നേരമാണ് മറ്റേ ഡ്രസ്സ് മേടിച്ചു കൊടുക്കണേക്കെ. എല്ലാവർക്കും ഒന്നും മേടിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവനിക്ക് മാത്രമേ. ഇവനെന്തോ പ്രൂഫ് അയച്ചിട്ടുണ്ടല്ലോ. ഓനക്ക് മാത്രം ഒന്ന് മേടിച്ചു കൊടുത്തേ. മത്തങ്ങ സോങ് ബൈ കുട്ടിപ്പ ഈ മൂടിന് പറ്റിയ പാട്ടാ. ഷർട്ട് ഊരുന്നില്ല. നിന്റെ മുല കാണാൻ എല്ലാരും ഇരിക്കുന്നു തോന്നട്ടാ. നോക്കാം സംസാരിക്കണം. ബ്രോ സോസ് മാറ്റി പഴുപ്പ് ആക്കുന്നോ? സോസ് ഉണ്ടോ ഇവിടെ? സോസ് മാറ്റി പാറ്റി പരിപ്പ് ആക്ക്. അതായത് ഈ പാറ്റി മാത്രം, ഉള്ളിത്തെ പാറ്റി ഇല്ലേ? മമ്മൂനോട് റെഡ് ബൾബ് 10 പ്രാവശ്യം റെഡ് ബൾബ് ബ്ലൂ ബൾബ് അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ മത്സരം നീ കളിച്ചാ നീ ഔട്ടാ.
ശവായം തരുന്നില്ല എനിക്ക് തടിയാ തിന്നാൻ വേണ്ടി എണീച്ച ഇന്ന് എണീപ്പിച്ച ഇതിപ്പോ കരി തിന്നാൻ വേണമെന്നിട്ട് കൈയും കാലും ഇട്ട് അടിക്കുവേ എണീക്കാൻ പിടിച്ചു മാറ്റി വരാം അതിനെ പിടിക്കേ എന്തൊരു നാറിയാലേ ഫുഡ് വേസ്റ്റ് ചെയ്ത് ഇല്ല ഇവൻ ഔട്ടാന്ന് എല്ലാരും ഔട്ട് എന്ന് പറഞ്ഞാ ചാറ്റ് മൊത്തം ഔട്ട് എന്ന് പറഞ്ഞു മമ്മു ഔട്ട് എന്ന് എല്ലാരും പറയുന്നത് എടാ ഷവായി ഓടി നമ്മള് ചലഞ്ച് വെക്കുമ്പോ തിന്നാ പോരെ അങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് Dreams donated 40 രൂപ. ഇതെന്താടാ മത്സരം കൊളാക്കുന്ന ഇവനെല്ലാം കൂടിയിട്ട് നല്ലൊരു വാശിയേറിയ മത്സരം എല്ലാം നടക്കുന്നത് എന്തിനാ ഇത് കൊളാക്കുന്നത് എണീച്ച് പോടാ നീ ഔട്ടായി മത്സരത്തിന്ന് ഇവർ രണ്ടാളും തമ്മിലെ മത്സരേ ആ എണീക്ക് കടിച്ച് നുള്ളിയെടുക്കാനുള്ള സീനില്ല ഇത് എന്തൊരു ചൊറയാന്ന് എല്ലല്ലതാ ചാറ്റ് മൊത്തം എല്ലാം പറയുന്ന എന്തൊരു കൈകാലം പിടിച്ചു നോക്ക് കൈകാലം പിടിക്കണവന്റെ എന്തൊരു കള്ളനാടാ അപ്പൊ പിന്നെ മത്സരം എങ്ങനാ ഇവനെന്തോ ആയതുപോലെ മാനസികമായിട്ട് എന്നാ ഇവിടുന്ന് ഇവരുടെ അടുത്തുനിന്ന് മാറിയിരിക്കും ഇവിടെ ഇരിക്കും നീ പുറത്തേക്കല്ല ഓടി നീ വാതിൽ നിന്ന് പുറത്തേക്ക് ഓടി ആരും കാണൂലടാ എനിക്ക് ആടി ഇരുത്തേനാ ആ സൈഡിൽ ഇരുത്തോനാ എന്തൊരു ശവായ കൊതിയ ആ എന്ന് നിങ്ങൾ അടുപ്പിച്ചിരുന്ന ബാ മത്സരം തിരിച്ചു തുടങ്ങാൻ പോയെന്ന് ബാ അടുത്തോട്ട് മമ്മു ഔട്ടാ മമ്മു മത്സരം ഔട്ടായി ശ്രേയ റാംബോ കമാൾ എത്ര റാംബോ എത്ര ദിവസമായി മൊത്തം അതെ മമ്മൂന്റെ മാറ്റ് 3 റാംബോ 3 ദിവസം വാ കമാൾ നീ അങ്ങോട്ട് മാറിയിരിക്കും കുറച്ച് ബാക്കോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും ഈ പ്ലേറ്റ് മാറ്റിട്ട് അവിടെ ഇരിക്കും വാടാ അങ്ങോട്ട് മാറിയിരിക്കും നിക്കേ എല്ലാം അറിയുന്ന അതാ ഈ മമ്മു ഇത് എടുത്തിട്ട് ഓടിയിട്ടാണ് അവൻ ഫുഡ് വേസ്റ്റ് ആക്കി തൊട്ട വരുന്നുണ്ടോ ഫുഡ് വേസ്റ്റ് ആയോ ജയിൽ പുള്ളികളെ പോലെ അതാ എല്ല് വരുന്ന ചാറ്റ് മൊത്തം എല്ല് വരുന്ന നമ്മല്ല മമ്മുവാണ് നമ്മളല്ല ആള് കിക്ക് റാംബോ അതാ അടുത്തോളം കിക്ക് റാംബോ എടാ പാവ അനങ്ങാണ്ട് മുണ്ടാണ്ടിരുന്ന് തിന്നടാ ഇവനല്ല മത്സരത്തിനോട് ഫുൾ നീതി വളർത്തിയത് അങ്ങോട്ട് പോ ബാ ഇരിക്ക അടുത്തോട്ടിരിക്കേ ഇങ്ങോട്ടിരിക്കേ എന്തോ ഒരു മാനസികമായിട്ട് എത്ര വർക്കറായി ഇപ്പൊ മുസീബ് 3 എണ്ണം 4-മത്തത് 4 കഴിച്ച് മുസീബ് 3 വെള്ളം കുടിച്ച് ഒരു വർഗറാണ് അങ്ങോട്ട് ഇങ്ങോട്ട് വ്യത്യാസം മത്സരത്തിന്റെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയത് ശവായി തീറ്റ മത്സരം ബാ ഇല്ല എല്ലാം കൂടിയിട്ടാണ് വിജയനെ തന്നെ അപ്പൊ ഒരു കളിന്റെ അടുത്ത കളിയാ എല്ലായിടത്തും എല്ലാം കൂടിയിട്ടല്ലേ വിജയനെ തെരഞ്ഞെടുക്കണ്ട
നീ 4 കംപ്ലീറ്റ് ചെയ്താ? 3 കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പൊ റാംബോ ജയിച്ചു ചാറ്റ് പറ. ജ്യൂസ് എത്ര? ഈക്വൽ ആയിട്ടാ. എനക്ക് വന്ന് എടാ അടുത്ത മത്സരത്തിന് ടൈമർ വെക്കാം. ഞാൻ പറഞ്ഞ ഓക്കെ. അഭിഷേക് has donated 40 രൂപ. റാംബോ പതി ഷോ. ഓക്കെ, എതിരില്ലാത്ത ഒരു ബർഗറിന് റാംബോ ഈ കളി വിജയിച്ചതായിട്ട് അറിയിക്കുന്നു. തൊട്ടുപിറകിൽ 3 ബർഗറും 3 ഗ്ലാസ് ജ്യൂസുമായി മുഷറഫ്. എല്ലാത്തിന്റെയും പിന്നിൽ ഒരു കഴിവും ഇല്ലാണ്ട് 2 ബർഗറും തിന്ന് ശവായും കട്ടിട്ട് ഓടി ഒരു വിന്നർ റാംബോ. ഓക്കെ. അപ്പൊ ഇതിൽ രണ്ടിലും ഇതെങ്ങനെ? അപ്പൊ ഈ ക്യാഷ് പ്രൈസ് ആയിരിക്കും. അല്ല, ഇതും കൂടി നോക്കിട്ട് അതാ നല്ലത്. രണ്ടും കൂടി നോക്കാം. ഈ ഞാൻ പറയട്ടെ എടാ, ഇതും കൂടി മിണ്ടാടുക്ക് സെമിറ. ഞാൻ പറയട്ടെ. ഓക്കെ, രണ്ടാമത്തെ റൗണ്ട് 2 ശവായാണ് ഇടുള്ളത്. ഓക്കെ, ഒന്നി വന്നു അതിലാരാ ജയിക്കുന്നതും കൂടി നോക്കിയിട്ട് ഓവറോൾ വിന്നറിനെ സെലക്ട് ചെയ്യാം. അതാ നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മത്സരത്തിൽ ടൈമർ വെക്കും. നേരത്തെ ഫുള്ള് നമുക്ക് ഈ ഫുഡ് ചാലഞ്ച് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഫുള്ള് അലമ്പായത്. പക്ഷെ ഇത്തവണ റൗണ്ട് 2 നമ്മൾ ടൈമർ വെക്കാൻ പോയത്. ടൈമർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ മനസ്സിലാവും ആരാ തിന്നുന്നത് എല്ലാം മനസ്സിലാവും. ഓക്കെ, ആരാ ഏറ്റവും ഫാസ്റ്റിൽ തിന്നെല്ലാം മനസ്സിലാവും. ആദ്യം ടൈമർ വെച്ചാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ എന്ത് വെറുതെ ചാറ്റ് എന്താ ചെയ്യേണ്ടത്? ഇവരിവിടെ വിഷമം പറയുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് 5K. ഓക്കെ. ഫസ്റ്റ് റൗണ്ട് 5K കൊടുക്കുക. അതാണല്ലത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 10 വരും. 5000 എന്ന് പറയുമ്പോ 10,500 അല്ല, 12,500, 15,500. 5000 എന്ന് പറഞ്ഞാൽ എത്ര 500? 12 എങ്ങനെയാ വരുക? റൗണ്ട് ആയിട്ടല്ലേ? 10 അല്ലെങ്കിൽ 15? 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1500 5000 അല്ലേ? ഒന്ന് എണ്ണിക്കോ. എടാ 500 നട്ടുണ്ട്, 500 1000 നട്ടുണ്ട്. എന്നാ മനസ്സിലാവും. 2500, 3000, 3500, 4000, 4500, 5000. ഞാൻ പറഞ്ഞില്ല. ക്യാഷ് പ്രൈസ്. ഓ, ആദ്യമായിട്ടൊരു മത്സരത്തില് വന്ന് വെളിയിൽ നിന്ന് ഒരുത്തനെ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകൂല. ഓ, റാംബോ ചെലവ് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്താരാ? ഞാനും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ നിനക്ക് എന്തെല്ലാം മേടിച്ചു തന്നടാ. ചെലവ് ചെയ്യടാ. ഓക്കെ, ഇത് ആദ്യത്തെ റാംബോന്റെ ആദ്യത്തെ ക്യാഷ് പ്രൈസ് ആണ്. ഓക്കെ. അടുത്ത 5000. ഇതെന്താ ചെയ്യാ? ഇതൊന്നും എല്ലാവർക്കും തിന്നൂർക്കാൻ കഴിയില്ല മോനെ. ഇതെന്താ ചെയ്യുക? ഫുഡ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഫ്രിഡ്ജിൽ വെച്ചാൽ മോശമാവോ? നാളെ തിന്നാൻ പറ്റുമോ? വേസ്റ്റ് ആക്കണം. ഫ്രിഡ്ജിൽ വെച്ചാ നല്ലത്. ഇത് ആരെ ഈ കുബൂസലം വാങ്ങാൻ പറഞ്ഞത്? ഇത് ആരെ ഐഡിയ ആയിരുന്നു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഫുഡ് ചാലഞ്ച് ആരെ ഐഡിയ ആയിരുന്നു? എടാ, ഫുഡ് വേസ്റ്റ് ആയിട്ട് നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കില്ല. പെട്ടെന്ന് ചാലഞ്ച് തീർക്കാം. ഓക്കെ, ചാലഞ്ച് നമ്പർ 3 അല്ല, ചാലഞ്ച് നമ്പർ 2, ലാസ്റ്റ് ചാലഞ്ച് ആണ്. ഈ ശവായി ഫസ്റ്റ് തിന്നു തീർക്കുന്നത്. ഇവിടെ ടൈമർ വെക്കും. ഈ ടൈമർ വെച്ചിട്ട് ആദ്യം ഈ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. തിന്നുന്ന ആരോ ആദ്യം തിന്നു തീർക്കുന്ന അവിടെ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഏറ്റവും ഫാസ്റ്റില് ഞാൻ ചോദിക്കട്ടെ, എത്ര മിനിറ്റ് കൊണ്ട് നിന്നു? എടാ, അടിയാല നോക്കിയാ മനസ്സിലാവും എന്താ പറയാ. എക്സ്ചേഞ്ച് ചെയ്യോ? ഓക്കെ, വാ.
TK Smooth Brew എന്നീ ഓരോ 500 ശരത്തെ നമ്മളെ അഭിമാനം നല്ലതാടാ. നമ്മളെ അഭിമാനം മറ്റേ പ്ലേറ്റ് ഇവിടെ ഉണ്ടായില്ലടാ. കേട്ടല്ലോ പൊട്ടിച്ചു നോക്കല്ല, അങ്ങനെ തന്നെ നിന്നോളാം. എനിക്കും പൊട്ടിക്കാലോ. ആ പൊട്ടിച്ചു നോക്കാം, നമ്മുടെ പൊട്ടിക്ക്. Anzil donated 20 രൂപ. താങ്ക് യു ഫോർ ദ 20 rupees സൂപ്പർ ചാറ്റ് അൻസിൽ ബ്രോ. അൻസിൻ ലവ് യു ആകാശ് ബ്രോ. ആകാശ് എന്താ പറയുന്നത്? റാംബോ 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 റാംബോ. ന്യൂ ബജ്ജി കട സ്റ്റാർട്ടഡ് അറ്റ് എടപ്പള്ളി കുന്നമ്പുറം ജംഗ്ഷൻ. ഓൾ ആർ വെൽക്കം. സെയ്ദ് ബ്രോ താങ്ക് യു ഫോർ ദ 100 rupees സൂപ്പർ ചാറ്റ്. ബാ ടേബിൾ ക്ലീൻ ആക്കുക. ടേബിൾ ക്ലീൻ ആക്കാൻ പറയുന്ന ക്ലീൻ ആക്കണ്ടേ? ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ എല്ലാം കൂടി ക്ലീൻ ആക്കാം. ആയില്ലേ? റെഡി അല്ല? ജ്യൂസ് റീസെറ്റ് ആയാ? ജ്യൂസിന്റെ റീസെറ്റാ? ജ്യൂസ് ഇല്ല, ഷവായ മാത്രം. ഓക്കെ. വെള്ളമില്ല. എടാ ഞണ്ട് എന്ത് ചെയ്താ നീ? എനക്ക് എടാ തീർക്കല്ല. വലിയ കഷ്ണം എടുത്താ ഇനി ഉണ്ടാ? എടാ എനിക്ക് ഞണ്ട് വേണോടാ. ഞാൻ പൊട്ടിച്ചോളാം. ഞാൻ ലൈവ് ആയി തോന്നോളാം. എന്തായിരുന്നു? അത് ഞാൻ വായിച്ചു. My friend of yours birthday, big shout out for it. Big shout out to Offer bro, happy birthday bro, thank you. ബാ തുടങ്ങാം. എല്ലാം വരാൻ തുടങ്ങി. ബാ ഓക്കെ. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നെ. ആദ്യം തിന്ന് തീർക്കുന്ന ആള് ജയിക്കും. ഓക്കെ റെഡി? ഇല്ല പാട്ട് വേണ്ട, നേരത്തെ പാട്ട് വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ 3 2 എത്ര മിനിറ്റ് തന്നില്ല. ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അതില് ആദ്യം നിന്നാള് ജയിക്കും. ഓക്കെ 3 2 ഒരു സംശയം. ആ സംശയം എല്ലിന്റെ കേസ്. എല്ല് അത്യാവശ്യം എല്ല് കാണുമ്പോ ഇറച്ചി ഉണ്ടാവാൻ പാടില്ല. തീരെ ഉണ്ടാൻ പറ്റില്ല എന്നല്ല, അത്യാവശ്യം തിന്ന് തീർക്കണം. ഓക്കെ 3 2 1 ഗോ. മത്സരത്തിൽ 4 സെക്കൻഡ് പിന്നിടുമ്പോൾ ഒരു കോഴിക്കാല് മുഴുവൻ തന്നെ. റാംബോ എടാ ഇവിടെ എത്ര സെക്കൻഡിലെ കോഴിക്കാല് വന്നേ? 2 സെക്കൻഡിൽ വന്നേ. 3 സെക്കൻഡിൽ കോഴിക്കാല് വന്ന്. കമോൺ വാ. എടാ ഒരു വരത്തം വന്നിട്ട് നമ്മളെടുത്ത് കപ്പ് അടിച്ചിട്ട് പോകാൻ പറ്റില്ല. റാംബോ ശരത് കമോൺ. ആവുന്നില്ല അല്ലേ? അന്ന് ഇതെടുക്ക്, ജ്യൂസ് കുടിച്ചോ. വീഡിയോ ചെയ്യുന്നുള്ള വേറെ തെറ്റിക്കുന്നേറ്റാ തിന്ന് അപ്പൊ ഈ ഡ്രൈ ആയതല്ലേ ഇവനും തിന്ന് നിന്നെ കൊണ്ടാവും മുസ്ലിമേ. റാംബോ കോഴിയെ പണ്ണുവെന്ന് വയ്ക്കുന്ന 1 മിനിറ്റ് പിന്നിടുമ്പോൾ കോഴിയെ പണ്ണുവന്ന് 1 മിനിറ്റ് പിന്നിടുമ്പോൾ ഇതാ 2 കോഴിക്കാല് തീർത്ത് റാംബോ മുന്നേറുന്നു. മുസ്റഫ് എന്താ അവസ്ഥ? ഏയ് അപ്പൊ എല്ലാം ആരതാന്ന് മനസ്സിലാവൂല. അല്ലല്ല റാംബോന്റെ തന്നെയാണ് കൂടുതൽ. അത് മനസ്സിലാവൂല. അല്ല പ്ലേറ്റിൽ ബാക്കി എത്ര ഉണ്ട് എന്നുള്ള നോക്കിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ റെഡി. ബ്രൗൺ ഷർട്ട് കാരൻ പാണ്ടി കുഞ്ഞനെ പോലെ ഉണ്ട്. പാണ്ടിക്കാട് കുഞ്ഞനെ പോലെ ഉണ്ട്. അതിലും വലിയ അഭിമാനം നിൽക്കില്ല ഈ ലോകത്ത്. എനിക്കൊരു അഭിമാനം കിട്ടാനില്ല. പാണ്ടിക്കാട് ഞാൻ എന്തോ സ്കാം സീനായിട്ടുണ്ടല്ലോ. ചങ്ങായി എന്തോ നെറുക്കെടുപ്പ് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞിട്ട് അല്ല എന്ത് പരിപാടിയാലേ. മീറ്റ് അശ്വിൻ റൈനോൾഡ്. ആടാ മീറ്റ് അശ്വിൻ റൈനോൾഡ് അറിയുന്നത് അത് കിടിലം സംഭവമായിരിക്കും. ലൈവിൽ അശ്വിൻ റൈനോൾഡിനെ മീറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ? പണ്ട് മുതലുള്ള സപ്പോർട്ടറല്ലേ? ടോപ്പ് സപ്പോർട്ടറല്ലേ അവന്? എടാ അങ്ങനെ ഉണ്ടോ? എല്ലാ സ്ട്രീമേഴ്സിനും ഒരു ടോപ്പ് സപ്പോർട്ടർ ഉണ്ടാവും. സ്പീഡിനെല്ലാം ഉണ്ട്. സ്പീഡിനും കുറെ സ്ട്രീമേഴ്സിന് ടോപ്പ് സപ്പോർട്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. എന്റെ ഇവനോ ഓ ശ്രേയ ഇനി പവർ കൂടി കേറി. ഈ ചിക്കനെല്ലാം എങ്ങോട്ടാ പോകുന്നത്? ആദ്യം നാളെ വരും. റാംബോ നീട് ബ്രാന്ന് പറയുന്ന അതൊന്നും കേട്ട് തളരണ്ട. 5000 മേടിച്ച് ഊട്ടി പോണ്ടേ? ഡബ്ല്യൂ എടാ ചങ്ങായി ഒന്ന് തിന്നടാ. നീ വന്ന വണ്ടിക്കൂലി ഇങ്ങനെ മനസ്സിലാക്ക്. ശരിയാ
എടാ നാമൂരി കഷ്ടം മാത്രമേ ബാക്കിയുള്ളൂ. മാത്രമല്ല ഒരു കടിക്കുള്ളൂ അവന്റെ. എടാ ഒന്ന് മൗസ് വെച്ചൊന്ന് സ്ലോ ആക്കണം. എനിക്ക് ചാറ്റ് വായിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര ഫാസ്റ്റ്. ഒന്ന് സ്ലോ ആക്കിയ. മുഷറഫ് തോറ്റു. മീറ്റ് അച്ഛനല്ല ആടാ. എന്തായാലും ഫ്യൂച്ചറിൽ ഒരു സംഭവം ചെയ്യാം. മുഷറഫേ താഴേക്ക് ആ ഏറോ മാർക്ക് കേക്ക് വേറെ ബ്രാ. എന്തായി റാംബോക്ക് ഒരു ചെറിയ കഷ്ടം കൂടി ബാക്കിയുള്ളൂ. റാംബോ ഇതാ പക്ഷെ പറയാൻ പറ്റും. വീണ്ടും അടി. ഇത് എത്ര മിനിറ്റ് ആയത്? 3 മിനിറ്റ് അല്ലേ? എടാ എന്തെങ്കിലും ആവോ? 3 മിനിറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് 38 സെക്കൻഡ് പിന്നിടുമ്പോൾ ചാലഞ്ച് തുടങ്ങി. 3 മിനിറ്റ് 38 സെക്കൻഡ് പിന്നിടുമ്പോൾ റാംബോ ഇതാ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു. എന്തായിരുന്നു? പൂജ പ്രാം. എടാ ഇതാണ് മറ്റേ പൂജ. അതാ പൂജ പ്രാം ഡൊണേറ്റഡ് AD 7.29. താങ്ക് യു പൂജ. താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റ്. ഗൂഗിൾ പേ മുഷറഫെ ഫ്രഞ്ച് കിസ് തരട്ടെ. അബ്ദുള്ള നിനക്ക് ശ്രേയ ഉമ്മാന്ന് എനിക്ക് ഉമ്മാന്ന് കിട്ടാത്തോണ്ട് അബ്ദുള്ള കാക്ക കൊടുക്കാന്ന് പറഞ്ഞു. എന്താണ്? ഇല്ല ഇത് മിക്കവാറും റാംബോ ജയിക്കാനാ സാധ്യത. പറയാൻ പറ്റൂല. റാംബോ ജയിച്ചു. സാധ്യത പറയാൻ പറ്റില്ല. ഒന്നും നീ ആവേശാക്കി കഴിഞ്ഞാൽ ഫുള്ള് തീർത്താലേ ജയിക്കും. ഒന്നും നോക്കാൻ നിൽക്കണ്ട മുസ്ലിമേ. ജീവിതത്തില് വലിയ അപമാനം വേറല്ല. തൊപ്പി ഇക്ക് പെണ്ണ് സെറ്റായോ? പെണ്ണ് സെറ്റായോ? എന്താ ആരെങ്കിലും ഉണ്ടാ? എടാ മംഗലം നോക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് പെണ്ണിനെ നോക്കുന്നുണ്ട്. ആരും കൊണ്ട് പറഞ്ഞോ? എനിക്കെന്തേ ഏത് വീട്ടിൽ നിന്ന്? ഈ വീട്ടിൽ നിങ്ങളെല്ലാരും കൂടി ഇക്കൊക്കെ ഒരു പെണ്ണിനെ സെറ്റാക്കിട്ടാണ് നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ? വിരാജ് പേട്ടല്ല അല്ല മമ്മൂപ്പെണ്ണിനെ ഒരിക്കലും എടുക്കരുത്. ചങ്ങായി നീ കൊറേ നേരം ചവക്കുന്നു. തൊപ്പി സുഖാണ്. സുഖ ബ്രോ. സൗദി റിയാൽ ഇട്ടിട്ടാ അഞ്ചിപ്പ എന്താ കഥ? അഞ്ചിപ്പ് എന്നല്ല പറഞ്ഞ ശരിയായ മനുഷ്യനാ മോനെ. പണ്ട് എപ്പൊ നിനക്ക് ഓർമ്മയുണ്ട് അഞ്ചിപ്പിനാ? പണ്ട് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകും ഞാന്. മറ്റേ നമ്മളെ വളവട്ട സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകാൻ വേണ്ടിട്ട് 30 റുപ്യ നാട്ടില് 30 റുപ്യന്ന് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി കാണണമെങ്കിൽ 30 റുപ്യന്ന് ടിക്കറ്റിന് പൈസ. എൻ്റെ ടിക്കറ്റിന് പൈസ ഇല്ല. അൻസീഫ് സ്റ്റേഡിയത്തിന്റെ തൊട്ടിപ്പുറം ഒരു ഡ്രസ് ഷോപ്പിൽ പണിയെടുക്കുക. എന്നിട്ട് അവനോട് പോയിട്ട് പൈസ ഒക്കെ ഇറക്കും. ആ ടൈം ഓന്റെ വണ്ടി, ഓനിക്ക് ജോലിയുള്ളൂ. ഓനക്കൊരു ബൈക്ക് ഉണ്ട്. അതാ യൂണിക്കോൺ. ഒരു യൂണിക്കോൺ ഉണ്ട് ഓനിക്ക്. ഓനാ നമ്മളെല്ലാം കിങ്. ഇവര് അൻസി ബ്രോ താങ്ക് യു ബ്രോ. എന്തെല്ലാടാ മുത്തേ? എന്താ കഥ? സുഖല്ലേ? എനിക്ക് വെറുതെ നീ ഓവറായിട്ട് ഇത് കാണിക്കുകയാണ്. ഇല്ല ഞാൻ ഇത് തിന്ന് ടൈം നോക്കിയാ ടൈം പറയുന്ന പ്രശ്നമില്ല. ചത്താലും എത്ര ടൈമർ എടാ ഒരു ഡെഡ് ലൈൻ വേണം. ഇതിപ്പോ 6 മിനിറ്റും 30 സെക്കൻഡും ആയി. ചാറ്റ് പറ എത്ര മിനിറ്റിൽ നിർത്തണം? 10 മിനിറ്റിൽ നിർത്തിക്കൂടാ? ഓക്കെ 10 മിനിറ്റാണ് ഡെഡ് ലൈന്. ഓക്കെ 10 മിനിറ്റിനുള്ളിൽ തീർത്താ ജയിക്കും, ഇല്ലെങ്കിൽ തോറ്റ്. ഓക്കെ റെഡി? സൈറ്റെല്ലാം അടിക്കുന്നുണ്ടല്ലോ. വെള്ളം വേണോ? ഇത് വേണോ വെള്ളം? മുഷറഫ് വിയർക്കുന്നു. നല്ല വേർക്കുന്നുണ്ട്. പണ്ടേ ചൂടിന്റെ അസുഖമല്ല. മോണി ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞുതരാം. ഇത് തീരാറായി. ഇതെന്താണ് മറ്റേ? പരിപാടി കഴിഞ്ഞു. നമ്മളൊക്കെ ഒരു ശവായി 4 ആളല്ലേ തിന്നല്? പ്ലേറ്റ് ഇല്ല തീർന്നിട്ടില്ല. ഓന്റെ കൊറേ ഉണ്ടല്ലേ? 40 രൂപ. 10 മിനിറ്റിൽ ആരുടെ ഏറ്റവും കുറവാ വില ജയിക്കുക? ഗബ്രി ആണോ അത് സിംഗർ ഗബ്രി? നീയാ? ഗബ്രി ആയിട്ട് എങ്ങനെയാണ് ഇവന് ബന്ധം? മുഖം നോക്കണേ ഇവന്റെ. സിംഗർ ഗബ്രി ആയിട്ട് ഒരു സാമ്യമില്ല. മുഹമ്മദ് ഉമേർ താങ്ക് യു ഫോർ ദ 7 dirhams brother. താങ്ക് യു ബ്രദർ.
ഞാതെ മുമ്പ് മാറിക്കൊണ്ടേ മുസ്തഫ അടുത്തെന്ന് പറയുന്ന ഏത് സമയത്തും ഛർദിക്കും. തൊപ്പി ആയില്ല അഭി പെണ്ണ എന്താടാ എനിക്ക് പെണ്ണ് കിട്ടൂല കൂടുതൽ വരുത്തതാ. ഓ മുനുവിന് പെണ്ണ് തെറ്റാല അതറിയോ ചാറ്റ് എടാ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചാറ്റ് നമ്മള് പറയാൻ പറഞ്ഞേ മുനുവിന്റെ കാര്യം അറിയോ നമ്മള് ലാസ്റ്റ് IR ഓർമ്മണ്ട IR നമ്മള് സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു പെണ്ണിന്റെ ഐഡി ഞാൻ വാങ്ങിയെടുത്ത് ഓർമ്മണ്ട പട്ടി ഇവൻ അറിയാണ്ട് നൈസായിട്ട് നമ്മളറിയാത്ത പോലെ പാകം കളിച്ചിട്ടോന്. എടാ ആ പെണ്ണ് മോഡലിംഗിലുള്ളതാണ് ഇവൻ മോഡലിംഗ് ഇതാക്കാം മോഡലിംഗ് നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ വെച്ച് പോയി കള്ളപ്പന്നി. അല്ല അതിന്റെ ഇൻസ്റ്റന്റ് കാട്ടിയവന് ബാനു നിനക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. എന്തൊരു ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. എടാ മുനുവിന് വരെ മുനു എന്ന് പറഞ്ഞാൽ അത്രയും ഒരിക്കലും പെണ്ണ് കിട്ടാത്ത ഒരുത്തരാണ് മുനു. അത്രയും തന്ത വൈവിന്റെ എക്സ്ട്രീമാണ് മുനു വരെ പെണ്ണ് തെറ്റ്. എടാ സെറ്റായിട്ടൊന്നുമില്ല എനിക്ക് ഇപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ കാര്യം പറയല ബാനുമായിട്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ആർക്കും എല്ലാവർക്കും പിന്നെ അപ്പൊ ഞാൻ എന്തോടും അത്രേ ഉള്ളൂ. ഐഡി വാങ്ങിയതാരാ എന്തിന് ഷോന്റെ ഷോന്റെ പാർട്ട്ണറാന്നല്ലോ പോയടാ ഐഡി വാങ്ങിയ ഞാനാണെങ്കിൽ എനിക്ക് വളക്കാനറിയാം കേട്ടോ. നല്ല വളക്കാൻ പറ്റുന്ന വളയനവൻ നമുക്കും പറ്റും. 3 വെള്ളം നോക്കണേ 2 1 രണ്ട് പ്ലേറ്റും ക്യാമറ കാണിക്കേ ചാറ്റ് പറ ആരാ വിന്നർ ചാറ്റ് പറ. ഇത് മുഷറഫിന്റെ പ്ലേറ്റ് ഇത് റാംബോന്റെ പ്ലേറ്റ് ചാറ്റ് പറ. ഇത് തൂക്കി നോക്കണ്ട വരും ത്രാസ് എടുത്തിട്ടോ ബാ എടാ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തേ. ഈ ജ്യൂസെല്ലാം എടുത്ത് അപ്പുറത്തോണ്ട് ഈ ബർഗറും അമ്മോ നോക്കി നിൽക്കുന്നാടാ മാറി എടുത്തുകൊണ്ട് പോ. ത്രാസ് എടുക്ക് ഞാൻ കൊണ്ടുവന്ന ട്രാസാണ്. എടാ ഇത് ജാസി കുക്ക് ചെയ്യുമ്പില്ലേ ഉള്ളി മുളക് മറ്റേ പച്ചമുളക് എല്ലാം തൂക്കിയിട്ടാണ് ഇടുക. പ്രൊഫഷണൽ കുക്കാ ശരിയായ അങ്ങനല്ല ചിലത്. ഓക്കെ തൂക്കി നോക്ക് കള്ളക്കളിയില്ല. ഓക്കെ വെക്ക് ഈ ജ്യൂസ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റും മോനെ. ഓക്കെ ആദ്യമായിരുന്നു നോക്കുന്നേ സീറോ ആക്ക് സീറോയിലുള്ളത്. ഓക്കെ വെച്ചോ അല്ല 2 ഗ്രാം ആയിട്ടുള്ള ഇതാക്ക് റീസെറ്റ് അടിക്ക്. 0 വെച്ചോ ആരത് ഇത് 756. ഓക്കെ 755 ചാറ്റ് ഓർത്ത് വെച്ചോ. 755 ഗ്രാം ആരത് മുഷറഫിന്റെ ഇനി റാംബോന്റെ 755 ഇപ്പൊ അറിയാം 745 ജസ്റ്റ് മിസ്സിന് 10 ഗ്രാം വ്യത്യാസത്തില് റാംബോ നമ്മളെ നട്ടകത്തിൽ വന്നിട്ട് ഒരുത്തരും കപ്പ് കൊണ്ട് പോല അല്ല റാംബോ. നിന്റെ എത്ര നോക്ക് 745 47 കണ്ണാണെന്നില്ല നിങ്ങൾക്ക് 10 ഗ്രാം അല്ല സോറി 10 അല്ല 8 ഗ്രാം സോറി 8 ഗ്രാം വ്യത്യാസത്തിൽ റാംബോ ജയിച്ചു. ഓക്കെ ഡബ്ല്യു റാംബോ എല്ലാരും ഡബ്ല്യു റാംബോ സ്പാമേ. ഞാനും പറയണ്ട എടാ ഊട്ടിയിലേക്ക് വന്ന് എന്ത് 5000 രൂപയൊക്കെ ഊട്ടി പോയിട്ട് വരാൻ കഴിയുള്ളൂ. മൂന്നാറ് പോയാലാ അല്ല മൂന്നാറൊന്നല്ല നമ്മള് പോകുന്നത്. അല്ല ആരോ വകയാ ചെലവാരോ വകയാ നമ്മളല്ലേ ലക്ഷദ്വീപ് ഉണ്ടാ. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ അന്ന് നിങ്ങൾ രണ്ടാള് പോയിട്ട് ഞാനില്ല നമുക്ക് മറ്റേ നമ്മള് പോയിക്കോളാം. ലക്ഷദ്വീപ് പോണ്ടേ നമുക്ക്. ലക്ഷദ്വീപ് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ലക്ഷദ്വീപില് നല്ല സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോന്ന് പറയണം. ശ്രേയ ഇവക്ക് എന്താ കേറിയന് ശ്രേയ ഐഡിയ എന്താ? ഇൻസ്റ്റാഗ്രാം
എടാ ഞാൻ പറയട്ടെ ചാറ്റ് ഒരു സംഭവം ഉണ്ട്. എടാ ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയ ചാറ്റ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മള് അടുത്ത ആഴ്ച ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പോയത് MRG ഗ്യാങ് ഫുള്ളായിട്ട്. ഓക്കെ, ഇവരൊന്നുമില്ല. നീ ഒന്ന് MRGയിലില്ല. ആ മൈക്ക് എടുത്ത ആ മതി. അല്ല അത് കുഴപ്പമില്ല, തൽക്കാലം എടുക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപ് പോകുന്നത്. മാറ്. എല്ലാരും ആദ്യമായിട്ടാ പോകുന്നത്. ഞാനും ലക്ഷദ്വീപ് പോകുന്നുണ്ട് ഗൈസ്. 13-ാം തീയതി. 13-ാം തീയതിയോ? എന്തിന്? നമ്മള് അടുത്ത ആഴ്ച 8-ാം തീയതി 9-ാം തീയതി അങ്ങനെ ശരിക്കും പോകുന്നുണ്ടോ? എന്നാ അവിടെ നിന്ന് കാണാം. ശരി, കാര്യം പറ. ഉമ്മാണേ ആ അടി ഇവനും അടുത്തേക്ക് പോകുന്നുണ്ട്. നമ്മള് ഒരാഴ്ച ആയിരിക്കും. നമ്മള് ഓൾറെഡി നമ്മള് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് 13, 14, 15, 16. നമ്മള് 9-ാം തീയതി മുതല് മിക്കവാറും ഒരാഴ്ച ഉണ്ടാവും. റിട്ടേൺ എടുത്തില്ല. നമ്മള് ഷിപ്പിൽ റിട്ടേൺ അടിച്ചാലാണ് ചിന്തിക്കുന്നത്. ഷിപ്പ് അടിപൊളിയല്ലേ? ഞാൻ ഇതുവരെ ഷിപ്പിൽ കയറിയിട്ടില്ലടാ. അടിപൊളി ഷിപ്പ് കിട്ടൂലായിരിക്കും. നമുക്ക് ഷിപ്പ് കിട്ടും. എന്താ നമുക്ക് കിട്ടും. ഷിപ്പടാ ഇവിടെ. നിങ്ങൾ തിരിച്ച് ഷിപ്പിൽ വന്ന റാംബോക്ക് ഇന്റെ വക ലുലുമാളിന് എന്തോ എടുക്കാം. എത്ര പൈസ? അൺലിമിറ്റഡ് പറയില്ല. ഉള്ളവരെ പറ. ആലോചിച്ച് പറ. റാംബോക്ക് ആലോചിച്ച് പറ. ഓക്കെ. എടാ നീ ഞാൻ പറയട്ടെ, നീ വെല്ലുവിളിക്കുന്നത് MRG ഗ്യാങ്ങിനോടാ. നീ ഓർക്കണം. ചാലഞ്ച് നോക്കട്ടെ. ആ പറ. ചാലഞ്ച് അനൗൺസ്. കൊച്ചി ലുലുമാളിന് റാംബോക്ക് മാത്രം തിരിച്ച് നിങ്ങൾ ഷിപ്പിലാണ് വരുന്നത് തെളിവ് എനിക്ക് ഇട്ട് തന്ന. ഞാൻ വീഡിയോ എടുക്കുക ഷിപ്പിൽ വരുന്നത്. നമ്മള് ഷിപ്പിൽ പോവുക വരുവോ ചെയ്താലേ റാംബോക്ക് ലുലുമാളിന് അല്ലല്ല ഒരു 25,000 രൂപക്ക് എന്തെടുക്കാം. ചാലഞ്ചാണ്. ഓക്കെ ചാലഞ്ച് അക്സെപ്റ്റഡ്. MRGക്ക് ഞാൻ പറയട്ടെ, ഒന്ന് മാത്രം ഓർക്കുക, ഈ സൂര്യന്റെ താഴെയുള്ള വെള്ളത്തിൽ കിടക്കുന്ന എടുത്ത് മാറ്റാ. MRG ഗ്യാങ് ഷിപ്പിൽ വന്ന ഉസ്രഫ് ഊരി കാണിച്ചു. കാണാം. ചാലഞ്ച് അക്സെപ്റ്റഡ്. ഇവൻ പറയുന്ന ലക്ഷദ്വീപിലേക്ക് ഷിപ്പ് ഫുള്ളാന്ന്, ഷിപ്പ് കിട്ടൂല. മോനെ ഒരു ഗോള് ഒറ്റ കോള് ഇവൻ പവർ അറിഞ്ഞിട്ടില്ല. മറ്റേ റോയലിന്റെ ക്രൂസ് ഷിപ്പ് കാണിക്കട്ടെ. നോക്കാം. എന്തായാലും ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. രണ്ടാമത്തെ ചാലഞ്ചും ജയിച്ചതിന്റെ ക്യാഷ് പ്രൈസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാം. നീ കൊടുക്കും. രണ്ടാമത്തെ 10,000 രൂപ ഒറ്റ ദിവസം കൊണ്ട് ഒരു ചരത്തുണ്ടാക്കി. അപ്പൊ ശരിയായ ഒറ്റക്കല്ല. എടാ ഞാൻ സത്യം പറയട്ടെ, ഏതെങ്കിലും ഒരു ചാലഞ്ച് നീ വിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാ. 1,500 നിനക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. നാണക്കേടായിപ്പോയല്ലോടാ മോനെ. അതിന് എങ്ങനെ നീ നാട്ടിൽ തിരിച്ച് കാല് വെത്തും? ഇത്രയും കാലമായിട്ട് തോറ്റില്ല, അതല്ലേ വേറെ പ്രശ്നം. അതേലേ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ പ്ലേറ്റ് വെയിറ്റോ പ്ലേറ്റിന്റെ ഇന്നേ വരെ ഞാൻ തോക്കാത്ത എന്റെ തോപ്പിച്ച റാംബോക്ക് പ്ലേറ്റിന്റെ വെയിറ്റ് പ്ലേറ്റിന് ഞാൻ ഒരു പറഞ്ഞിട്ടെ, രണ്ടും ഒരേ പ്ലേറ്റ് ആണ്, ഒരേ സാധനം, ഒരേ കമ്പനിന്റെ ഒരേ സെറ്റ് പ്ലേറ്റ് ആണ്. 8 ഗ്രാം വ്യത്യാസത്തിലാ ജയിച്ചേ. 8 ഗ്രാം വ്യത്യാസത്തിലാണ്. 8 ഗ്രാം ആലോചിച്ചാൽ മതി എത്ര ഉണ്ടാവുന്നുള്ളത്.